തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ശ്രീ നാസർ കാർഷിക മേഖലയിൽ മികവ് പുലർത്തുന്ന ഒരു കർഷകനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ടതാണ്. എത്തിയില്ലെങ്കിൽ അതിന്റെ മൊമെന്റോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ അഫ്സൽ ഏറ്റുവാങ്ങുന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനിടയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മനോജ് ഇവിടെ സംസാരിക്കും. അതിന് അവസരം നൽകുന്നതാണ്. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. സൂപ്പർ സീനിയറിന്റെ കയറിട്ട് കൊണ്ടുള്ള മത്സരമാണ് ആദ്യമായി നടക്കുന്നത്. അതിന് 2 റൗണ്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു റൗണ്ട് ശരിയായാൽ മതി. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലുള്ള സമയം ആയിരിക്കും ഇതിന്റെ മത്സര സമയമായി അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ജോഡികളെ വിടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് ഇത് ആവർത്തിക്കുന്നില്ല. പോലും വലതു ഭാഗത്ത് വരമ്പിൽ ഓട്ടക്കാരനോ മരമോ കാളയോ കയറിയാൽ അത് ഫൗളായി അനൗൺസ് ചെയ്യുന്നതാണ്. അതുപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ തൊട്ട് മുകളിലായി ഒരു കമ്പ് കുത്തിയിട്ടുണ്ട്. അതിന് മുകളിലായി ഒരു 3ാമത് ഓട്ടക്കാരൻ കയറി ഓടാൻ പാടുള്ളതല്ല. അങ്ങനെ ഓടിയാൽ അത് ഫൗളായി അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ ടൈം നോക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. വളരെ ദീർഘകാലമായി മരവടി രംഗത്ത് കൃത്യമായി അടിക്കുന്ന 2 സ്റ്റോപ്പ് വാച്ച് കീപ്പർമാരാണ്. അത് അവർ കൃത്യമായി ഇവിടെ പറയും. അത് ഇവിടെ അനൗൺസ് ചെയ്യും, രേഖപ്പെടുത്തും. അതിനുശേഷം ഇവിടെ അറിയിക്കുന്നതാണ്. സൂപ്പർ സീനിയറിൽ ആദ്യമായി ഓടേണ്ടത് SR ഗ്രൂപ്പ് പരേഡമാണ്. ആ ജോഡിയെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ഹലോ. വലുതാ. പേര് വിളിക്കുന്ന മുറയ്ക്ക് ആ ജോഡിയുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. SR ഗ്രൂപ്പ് പോലെ സിഗ്നൽ. സിഗ്നൽ വാച്ച് കൊടി. സിഗ്നൽ. ഇതിലും കൂടെ എടുത്തോ. അതി എടുത്തോളാം.
ഒരു ദിവസത്തേക്ക് സെക്കൻഡ് ആ ജോഡി ഇറക്കി നിർത്തണം. റെഡിയായിട്ട് നിൽക്കും. ആ കുടിക്കാരന്റെ നിർദ്ദേശം പാലിക്കണേ. ഒൻപത് 9.06 സെക്കൻഡ്. ഷാജി KK കോണം ആ ജോഡിയൻ ട്രാക്കിലേക്ക് കൊണ്ടുവരണം.